ഇത് ഓരോന്നും നിങ്ങൾക്ക് മനസ്സിലാകാത്ത ഗതികേടാണ് ഈ കാണുന്നത്. ഞാൻ അതല്ല നിങ്ങളോട് പറയുന്നത്. നിങ്ങളോട് എത്രയോ കാലം നൊന്ത് പറഞ്ഞിരിക്കുകയാണ്, ഇതിങ്ങനെയല്ല, ഞാൻ ചെയ്യുന്നതേ അങ്ങനെയല്ല. ഇത് മനസ്സിലാകാൻ നിങ്ങൾക്ക് തലമുറകൾ പോരാ. കാരണം എന്താണ്? നിങ്ങളുടെ അച്ഛനും അമ്മ, കുടുംബം, ഇവരെല്ലാം പിശാച് മുതൽ ത്രിമൂർത്തികളെ വരെ ആരാധിച്ചിട്ട് ആ ചതി സമ്പ്രദായത്തിൽ വീണ് നശിച്ചു പോയിരിക്കുകയാണ്. അതാണ് ഇസ്ലാം ഉണ്ടായതും ജൈനുണ്ടായതും ബൗദ്ധനുണ്ടായതും ക്രിസ്ത്യാനി ഉണ്ടായതും എല്ലാം ഇത് ഒരൊറ്റ കാരണത്തിലാണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അല്ല, ഇവിടെ ആരും ക്രിസ്ത്യാനിയായിട്ടും വന്നില്ല, ജൈനായിട്ടും വന്നില്ല, ബൗദ്ധനായിട്ടും വന്നില്ല, അതൊന്നും വന്നില്ല. എങ്ങനെയെങ്കിലും നിങ്ങളെ ഒന്ന് തിരിച്ചെടുക്കാൻ ദൈവമായിട്ട് നിങ്ങൾക്ക് 1000, 2000, 3000, 5000 കൊല്ലത്തിന്റെ സമയം ഇട്ടിട്ട് ഒരു മഹാനെ കൊണ്ടുവന്നു തരികയാണ്. പക്ഷെ ഇത് നിങ്ങൾക്ക് കിട്ടൂല. എല്ലാവരും ഈ ത്രിമൂർത്തി സമ്പ്രദായത്തിൽ നിന്ന് കറങ്ങിപ്പോയതുകൊണ്ട് ഈ ഗുരുക്കന്മാരാരും അങ്ങോട്ട് പോകാൻ കഴിഞ്ഞില്ല. പിന്നെ പ്രവാചകന്മാരോ അവരും അങ്ങോട്ട് പോകാൻ കഴിഞ്ഞില്ല. അതാണ് യേശുവിന്റെ ഈ ദർശനം കിട്ടിയ ഉടനെ ഈ പള്ളിയുടെ വാതിക്കലിരുന്ന് കച്ചവടം ചെയ്യാൻ സമ്മതിക്കാതെ ഇതെല്ലാം തട്ടി ദൂരെ കളഞ്ഞു, പുറംകാലി കൊണ്ട് അടിച്ചു കളഞ്ഞു. പക്ഷെ ആ ആള് തന്നെ അത്ര അനുയായികളും ഉണ്ടായിരുന്നു. പക്ഷെ ആ ആളെ എങ്ങനെ മനസ്സിലാക്കി? ഇതെല്ലാം സത്യമായിട്ട് കാണിച്ച് ഒരു വശത്ത് കളിപ്പിച്ച് നിർത്തിയിരുന്നതാണ്. ഇത് നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലാവും? ഇതിന് കുറെ ന്യായങ്ങൾ പറഞ്ഞിട്ട് വീണുപോയ മാലാഖമാര് വീഴാത്തത്, ഇങ്ങനെയൊക്കെ പറഞ്ഞ് കുറെ പണ്ഡിത വ്യാഖ്യാനമാണ് അവിടെ കൊണ്ടുവന്ന് ഘടിപ്പിച്ചിരിക്കുന്നത്. ഇതല്ല നിങ്ങളോട് ഞാൻ പറയുന്നത്. ഈ ആളാണ്, ഇത്രയും വലിയ ത്യാഗിയാണ്. പിതാവേ, നീ എന്നെ കൈവിടിഞ്ഞോപ്പ. ഈ വാക്ക് നിങ്ങൾക്ക് കേട്ടൂടെ?